കൊച്ചിയിൽ 12കാരനെ കാണാതായെന്ന വിവരം വരുന്നു. ഇടക്കൊച്ചി സ്വദേശിയായ സംഗീതനെയാണ് കാണാതായത്. രാവിലെ സ്കൂളിൽ പോയ കുഞ്ഞ് വീട്ടിലേക്ക് ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. സ്നേഹമോൾ നൈനാനുണ്ട് വിശദാംശങ്ങളുമായി. സ്നേഹ, പോലീസ് അന്വേഷിക്കുകയാണല്ലേ? പോലീസ് എന്താണ് പറയുന്നത്? അനശ്വര, പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ പള്ളുരുത്തി പോലീസിലാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിന്മേൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വൈകുന്നേരത്തോടു കൂടിയാണ് കുട്ടിയെ കാണാനില്ല എന്നൊരു കാര്യം മനസ്സിലാക്കിയത്. രാവിലെ സ്കൂളിലേക്ക് പോയതായിരുന്നു കുട്ടി. ഇടക്കൊച്ചി സ്വദേശിയായ സംഗീത് എന്ന 12കാരനെയാണ് കാണാതായിരിക്കുന്നത്. ഈ കാണാതാകുന്ന നേരത്ത് കുട്ടി സ്വാഭാവികമായും സ്കൂൾ യൂണിഫോം ആയിരുന്നു ധരിച്ചിരുന്നത്. വെള്ളയും നീലയും നിറത്തിലുള്ള ചെക്ക് ഷർട്ടും അതോടൊപ്പം തന്നെ കറുത്ത പാന്റും, അതാണ് കുട്ടിയുടെ യൂണിഫോം. അതോടൊപ്പം തന്നെ കുട്ടിയുടെ സ്കൂൾ ബാഗും കയ്യിലുണ്ടായിരുന്നു. അതിലും ഇതുവരെ മറ്റ് ഈ കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും സമീപത്തുള്ള CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് ഈ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നവർ ഈ പള്ളുരുത്തി പോലീസിനെ വിവരം അറിയിക്കണമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. സ്നേഹ, ഈ കുട്ടി സ്കൂളിൽ പോയി എന്നും വൈകിട്ട് വരെ സ്കൂളിൽ ഉണ്ടായിരുന്നുവെന്നും സ്കൂൾ അധികൃതർ പറയുന്നുണ്ടോ? അതെ നശ്വര, കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോയതായിരുന്നു. വൈകുന്നേരമായിട്ടും തിരിച്ചെത്തിയില്ല. ഏതായാലും ഈ കുട്ടി സ്കൂളിൽ ഉണ്ടായിരുന്ന കാര്യം സ്കൂൾ അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുന്ന ആ ഒരു നേരത്താവാം കുട്ടിയെ കാണാതായത് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ മാതാപിതാക്കളും ഉള്ളത്. ഈ പോലീസിനോടൊപ്പം തന്നെ നാട്ടുകാരും ഈ അന്വേഷണത്തിൽ പങ്കുകാരായിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. അതിലും 12 വയസ്സുകാരനായ ഇടക്കൊച്ചി സ്വദേശിയായ സംഗീതനെയാണ് വൈകുന്നേരത്തോടു കൂടി കാണാതായിരിക്കുന്നത്. അനശ്വര, ശരി, അന്വേഷണം പുരോഗമിക്കുകയാണ്. 12 വയസ്സുകാരനെ സ്കൂളിൽ പോയതാണ്, തിരിച്ചെത്തിയിട്ടില്ല വീട്ടിൽ ഇതുവരെ. ഇടക്കൊച്ചി സ്വദേശിയാണ്, സംഗീതാണ്, സ്കൂൾ യൂണിഫോമിലാണ് കുട്ടി കാണാതായിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ഈ കുഞ്ഞിന്റെ ഫോട്ടോ കാണുന്നുണ്ട്. ഇത് ആരെങ്കിലും കാണുകയാണെങ്കിൽ പള്ളുരുത്തി പോലീസുമായി ബന്ധപ്പെടണം, അല്ലെങ്കിൽ സമീപത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുകയാണ്. സ്നേഹമോൾ നൈനാനാണ് ഇപ്പോൾ ലഭ്യമായ വിശദാംശങ്ങൾ നൽകിയത്.